എപ്പം എൻ്റെ മക്കളോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാലും അപ്പോൾ ആദ്യം അവരെ വായിന്ന് വരുന്ന വാക്കാണ് ബർഗർ മതി. ഈ ബർഗറൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സംഭവം നടക്കും, പക്ഷെ എത്ര മെനക്കെടണം അതിനൊക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് എഗ് ബർഗർ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കാര്യം നടക്കും, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ, ഉള്ളി, ക്യാരറ്റ്, കുക്കുംബർ ഇതെല്ലാം അതും കൂടി ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ അതവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓംലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് നല്ലൊരു ഓംലേറ്റ് ആക്കി 4 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് വെട്ടിയിട്ട് അങ്ങനെയും വെച്ചെടുക്കാം. അപ്പം ഞാൻ അതെങ്ങനെ തയ്യാറാക്കണേ. ഇനിയാണ് നമ്മുടെ ബർഗറിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം വേണ്ടത് ബണ്ണാണ് കേട്ടോ. അത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബണ്ണാൻ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എന്തെങ്കിലും അടുപ്പത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ മുരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ അടിഭാഗം വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് മിനുക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ മയോണൈസിൽ, കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിക്ക് ക്യാബേജൊക്കെ ചേർക്കാം കേട്ടോ. ക്യാബേജൊന്നും എൻ്റെ അടുത്തില്ല ഒന്നാമത്, അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലുള്ള നമ്മുടെ സംഭവങ്ങളൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കൂട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഓംലേറ്റ് ഉണ്ടല്ലോ അത് വെച്ചെടുക്കുക. പിന്നെ ഒരു സ്പൂണും കൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വെച്ചെടുക്കുക. പിന്നെ മുകൾ ഭാഗത്തെ ബണ്ണിലും ഇതുപോലെ തന്നെ ടൊമാറ്റോ സോസ് വെച്ചെടുക്കുക കേട്ടോ. അത് പിന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണല്ലോ, അപ്പോൾ അത് വെച്ചെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് വലിയ പാടൊന്നുമില്ലല്ലോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ വാട്ടാനും കുഴക്കാനൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഭയങ്കര മടിയായിട്ടിരിക്കുക. അപ്പോൾ അതിനൊന്നുമില്ലല്ലോ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ എഗ് ബർഗർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ ചായൻ്റെ കൂടെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്